ഹായ് ഗായ്സ്, അപ്പോൾ എന്താണ് പരിപാടീസ്? ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇന്ന് കൊച്ചുമോള് വീഡിയോ കത്തില്ല. അവളുടെ പോയേക്കുന്നത് പറവൂർ അല്ലേ? അവൾക്കൊരു വർക്ക് ഉണ്ട്, അപ്പോൾ പറവൂർ പോയേക്കോണം, ആലപ്പുഴ. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ പരിപാടി, വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം സോങ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോങ് ചലഞ്ച് ചെയ്ത അന്ന് തന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഒരു മൂവി നെയിം ചലഞ്ച് കൂടെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മച്ചിയുണ്ട്, അച്ചുണ്ട്. അപ്പോൾ സംഭവം ഞാൻ ദേ കുറച്ച് ഊഹിക്കാമല്ലോ, കുറച്ച് മൂവിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ലാസ്റ്റ് വീഡിയോക്കകത്ത് അമ്മച്ചിയും അച്ചുവാണ് പങ്കെടുത്തത്. അപ്പോൾ അമ്മ ജയിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് എൻ്റെ അടുത്ത് അച്ചു ഓൾറെഡി പറഞ്ഞു ഇവള് എന്നെ അറിയിക്കാണ്ട് കുറച്ച് സിനിമയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ അപ്പൊ പെട്ടെന്നൊന്നും എടുക്കുമായിരുന്നു. അപ്പൊ അവളും ഉണ്ട്. അപ്പൊ ഞാനൊരു 5-6 മൂവിയുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി എടുത്തേ വീഡിയോ എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മച്ചി വീഡിയോ എടുക്കണം, അപ്പോൾ റെഡി ആവാൻ വേണ്ടി പറഞ്ഞപ്പോൾ അമ്മച്ചി ഒരു പുതിയ നൈറ്റി ഒക്കെ ഇട്ടൊക്കെ വന്നിട്ടുണ്ട്. അമ്മച്ചി അമ്മച്ചി തയ്ച്ച നൈറ്റി ഫ്രോക്ക് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് പറയണം. ഇപ്പൊ ആർക്കെങ്കിലും നൈറ്റി ഫ്രോക്ക് തയ്ച്ചു കൊടുക്കണമെങ്കിൽ അമ്മ തയ്ച്ചു കൊടുക്കുവോ? അല്ല സീരിയസ്ലി ചോദിച്ചാ? അമ്മച്ചി നാട്ടിൽ ഇവിടെ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കും. അതായത് നമ്മുടെ നാട്ടിലുള്ള കുറെ ആൾക്കാർക്ക് ഒന്ന് നീട്ടി നിന്ന് കാണിച്ചു കൊടുത്തത്. ഈ നൈറ്റി ഫ്രോക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ബാക്കിൽ കെട്ടുണ്ട്, ബാക്കിൽ ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ട്. നിനക്ക് തയ്ക്കാൻ അറിയാവോ? ഇല്ല, അമ്മച്ചി പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ആർക്കെങ്കിലും നൈറ്റി ഫ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇത് സത്യം പറഞ്ഞ പ്രൊമോഷൻ ഒന്നും അല്ല, അമ്മച്ചി ഇതുവരെ അങ്ങനെ പുറത്താർക്കും തയ്ച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ചുമ്മാ ഈ വീഡിയോ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. യെസ്, അപ്പോൾ കാര്യം അറിയാമല്ലോ, സംസാരിക്കാൻ പാടില്ല, അന്നത്തെ പോലെ തന്നെ വായനക്കാൻ പാടില്ല. സിനിമയുടെ പേരാണ്, മലയാള സിനിമ മാത്രമേ ഉള്ളൂ, അത് ആംഗ്യ ഭാഷയോട് അഭിനയിച്ച് കാണിക്കണം. ആദ്യം ആരെടുക്കും? അമ്മച്ചി എടുക്കും. പണ്ട് അമ്മച്ചി അഭിനയിച്ച് കാണിക്കണം. ഓക്കെ, എടുത്തോ. ഓക്കെ. പറക്കുന്നോ മാലാക? നടൻ അഭിനയിച്ച് കാണിക്കും. നടൻ അഭിനയിച്ച് കാണിക്കും. മോഹൻലാലിന്റെ ഇത് മോഹൻലാല. മമ്മൂട്ടിയുടെ നീ ഇവിടെ നീട്ടി വെച്ചോ, അപ്പൊ ആകുമ്പോഴത്തേക്കും സെയിം പൊക്കം കിട്ടും. വീടോ കൂടെയോ? വീട്ടില് മമ്മൂട്ടി മമ്മൂട്ടി വീട്ടിലോ? അല്ല വീട്ടിലെയാണോ? അത് അങ്ങനെ പഴയ പടവാ? എന്താ മാലാകിയോ? പറക്കുന്നു? സിനിമ ഉണ്ടായിരുന്നല്ലോ. എന്തുവാ, ഒരുപാട് സിനിമയുണ്ട്. അരയന്നങ്ങളുടെ വീട്. ഈ എങ്ങനെ മനസ്സിലായ? എങ്ങനെയാ അത്? എന്താ വെച്ചിട്ട് മനസ്സിലായ? അരയന്നത്തിന് അമ്മേനെ കാണിക്കാനോ? ഓക്കെ. ഇരുന്നാണോ കാണിക്കുന്നത്? മോഹൻലാല്. അമ്മച്ചി എണീറ്റിരുന്നോ? പഴയപട? അല്ലല്ല, സംസാരിക്കാൻ പാടില്ല. തന്മാത്രയാ? അതെന്ത് ബേസിൽ ഇത് തന്മാത്രയാണോ തോന്നാൻ അമ്മച്ചി? കാരണം ഇപ്പൊ കാണിച്ചത് അല്ല, ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ ഞാനതിന് വയ്യാത്ത ഒരു മോഹൻലാൽ അഭിനയിച്ചത് ഇവള് അഭിനയിക്കുന്നത് തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. രണ്ടുപേരുണ്ടാ? രണ്ടുപേര്. അയ്യ ഇല്ലെന്നാ? പറവയാ? പക്ഷിയുണ്ട്. ആ പേരിനകത്ത് പക്ഷിയുണ്ട്. സിനിമയിൽ പക്ഷിയുണ്ടെന്നാ? എന്താണ് എനിക്ക് മനസ്സിൽ പിടുത്തം കിട്ടുന്നില്ല. കുഞ്ഞ്. അയ്യോ, എനിക്കിങ്ങോട്ട് വരുന്നേ ഇല്ല. രണ്ട് വേടുണ്ട്. മോഹൻലാൽ നായകൻ. രണ്ടാമത്തെ വേട് അതിൽ കിട്ടും. ഇത് ഞാൻ ആക്ട് കാണിച്ചില്ല, അപ്പൊ അമ്മച്ചി പറയണേ. എനിക്ക് സംഭവം മനസ്സിലായില്ല എന്താന്നുള്ളത്. മോഹൻലാല്. 3 പേരുണ്ട്. അക്കരയാ? മൂന്നാമത്തോട് കഴിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ മാമ്പഴം. മാമ്പഴക്കാലോ? പിന്നെന്താ പടം?
മാമ്പഴക്കാലം അല്ല എന്ത് പടം? ശോഭനയുടെ മാമ്പഴക്കാലം പിന്നെ അത് ഞാൻ തോറ്റി. ചുണ്ടാ ആ കിളിച്ചുണ്ട മാമ്പഴ കണ്ട എങ്ങനെയുണ്ട് കിളിച്ചുണ്ട മാമ്പഴ. ഇപ്പൊ കറക്റ്റായില്ലേ? ആ അതാണ് ഈ ചുണ്ട് കാണിച്ചത്. നായിക സൗന്ദര്യ. വീണ്ടും അച്ചു എന്ത് പേര് കേട്ടപ്പോ തന്നെ ഷോക്കായിട്ടുണ്ട്. എന്താണ് ഇത്? അത് അഭിനയിച്ചു കാണിക്കടോ. അല്ല മിണ്ടരുത് ഇനി മിണ്ടരുത്. ആ കാണിക്ക്. രണ്ട് വാക്കുണ്ടെന്നാ ഒരു വാക്കേ ഉള്ളു. ആ വാ വിളിക്കാം. നായകനാരാ അറിയത്തില്ല. ആ നായകനാരാന്ന് അറിയാം. നായിക ആ പഴയ പടാണ്. അല്ല ദിലീപിന്റെ അതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വയ്യാത്തുണ്ട്. അല്ല പറഞ്ഞു. ദിലീപിന്റെ ഒക്കെ ആ ടൈമാണ്. ദിലീപൊക്കെ ഉള്ള ഒരു അതിനു മുമ്പ് അത് കഴിഞ്ഞ് ഫഹദ് ഫാസിലിന്റെ കട നിവിൻ പോളിയാ. എന്റെ അച്ഛൻ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് നീ ചെയ്യാ അങ്ങോട്ട് കാര്യങ്ങൾ കാണിക്കി. ടോവിനെയൊക്കെ ആ ടീമിന് അത് ആ ഏജിലുള്ളവരുടെ അതിന്റെ പുറയിലോട്ട്. അപ്പൊ പിന്നെ ദിലീപിന്റെ ഒക്കെ ആ സമയം നായിക ആരാണ്? ആ ഗർഭിണിയായിട്ടുള്ള പിന്നെ മറ്റേ കളിമണ്ണ നായിക ആരാണെന്നാ? ഗർഭിണിയായിട്ടുള്ള നായിക സിനിമയിലാണോ ഗർഭിണിയായിട്ട്? അല്ല സിനിമയിൽ ഗർഭിണിയായിട്ട് അഭിനയിക്കണമെന്നാ? ഷൂട്ടിൻ്റെ ആണോ ഈ കാണിച്ച? അത് കളിമണ്ണല്ലേ സേതാമേനൻ? അതാണ് നായിക. ഇപ്പൊ ഈ പറഞ്ഞ പടത്തിലെ നായിക സേതാമേനൻ. സാരി ഒരു പഴയ പടം പുതിയതാക്കിയതാണ്. ശ്വേതാമേനോന്റെ അത് രത്നിർവേദത്തിന്റെ രത്നിർവേദല്ലേ? ശ്വേതാമേനോന്റെ രത്നിർവേദ. കളിമണ്ണെന്ന് പറയുമ്പോ ശ്വേതാമേനോൻ. അതാ ഞാൻ പറഞ്ഞു. അമ്മ അഭിനയിക്കും, ഞാനല്ലേ എഴുതിയത്. അല്ല അച്ഛൻ ഞാൻ നേരത്തെ അഭിനയിച്ചു പറഞ്ഞ പ്രൂവ് ചെയ്തു. അത് ഞാൻ ആദ്യം അഭിനയിക്കട്ടെ. ഞാൻ അഭിനയിക്കണം, അമ്മനെ കൊണ്ട് പറയിപ്പിക്കണം. ചെയ്യണം. യെസ് 3 ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. യെസ് കണ്ടോ. ഓക്കെ നെക്സ്റ്റ് വൺ. ഓക്കെ അടുത്ത ഓക്കെ. ഇത് എനിക്ക് ഈസിയാണ് ഭയങ്കര. ഞാൻ കാണിച്ചത് അതെ 30 സെക്കൻഡ് എണ്ണിക്കോ. യെസ് എങ്ങനെയുണ്ട്? കണ്ടോ ഇത്? ഓക്കെ നെക്സ്റ്റ് വൺ. രണ്ട് നായികമാര് 2 പേര്. ഒന്ന് കൊരങ്ങ്. രണ്ടാമത്തെ വീട് കൊരങ്ങ. ആദ്യത്തെ വീട് കൊരങ്ങ്. രണ്ടാമത്തെ വീട് എഴുതുന്ന മോഹൻലാലിന്റെ 2 വാക്ക്. മോഹൻലാലല്ലേ? മോഹൻലാലല്ല. 2 വാക്കുണ്ട്. ആദ്യത്തെ വാക്ക് കൊരങ്ങ്. കൊരങ്ങിനൊരു മുമ്പ് മോഹൻലാൽ എന്നോ നായകനാരാ? നായിക ആരാ? എഴുതുന്ന പേപ്പറാ? പേനായ? പേന. കൊരങ്ങ അത് തന്നെ. കൊരങ്ങൻ എഴുതുന്നല്ല പേനായെന്ന. കൊരങ്ങ് പേനയാണെന്നാ. കൊരങ്ങ് പേനയെന്ന. 2 വാക്കായി. അത്രേ ഉള്ള എന്നുവെച്ചാ കൊരങ്ങ്
സിനിമയാണ്? പോയി കിട്ടുന്നില്ല. പേരറിയാത്തോണ്ടായിരിക്കും ചിലപ്പോ. ആ ആ എന്തോ സിനിമയുടെ പേര്? ആ കൊരങ്ങ് കൊരങ്ങ് പേനായ അത്രേ ഉള്ള. പിന്നെ ഉണ്ട് കൊരങ്ങ് പേനായ, കൊരങ്ങ് പേനായ അത്രേ ഉള്ള. അതെന്ത് സിനിമ? എനിക്കറിയത്തില്ല, മനസ്സിലാവണില്ല. മങ്കി പെൻ. ഇംഗ്ലീഷിലാക്കണായിരുന്നു. കൊരങ്ങു പേന എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാക്കണമെന്ന് പറയണ്ടേ? മങ്കി പെൻ എന്ന് പറഞ്ഞ അതല്ലേ പറഞ്ഞോണ്ടിരിക്കണത്. അത് പറ, ഇംഗ്ലീഷിലാക്കണമെന്ന്. ലാസ്റ്റ് വൺ നീ അച്ചു എടുത്തോ. ഉറങ്ങുന്നു. അതാര് ഞാൻ പറയണ? അമ്മച്ചി അഭിനയിച്ച് കാണിക്കണേ. ഇത് അമ്മയ്ക്ക് എന്തായാലും ഈ പേര് അറിയാൻ പറ്റും. അറിയാം ഈ സിനിമയെന്ന് മനസ്സിലായ? ഈ സിനിമ അറിയില്ല? ഓക്കെ. നായകൻ ആരാന്ന് പറ. ഇതൊന്നും പഴയ സിനിമയെ കുറിച്ച് എനിക്ക് അറിയത്തേ ഇല്ല. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിനിമയിൽ എന്റെ പൊന്നച്ചുവേ. ആരാ നായകൻ? ആരാ? എനിക്കറിയാം, തന്നെ പറഞ്ഞു. ഇത് ഫ്ലോപ്പായ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം പോരെ? ഇനി ഫ്ലോപ്പായ ഞാൻ അഭിനയിച്ച് കാണിച്ചു. നീ ആ സിനിമ പേര് വെച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. മിണ്ടല്ലേ, നീ മിണ്ടരുത്. ആകാശവാ മഴ. മഴയത്ത് മുമ്പേ മമ്മൂട്ടിയുടെ പട. മഴ. പഴയ സിനിമയെ കുറിച്ചൊന്നും അറിയാത്തതാണ്. മഴത്തുള്ളിക്കിലുക്ക. മഴ വീണോണ്ടിരിക്കുകയാണ്. ബാക്കി കൂടെ അഭിനയിച്ച് കാണിക്കു. മിണ്ടല്ലേ, മഴക്കാലോ? ഇടക്കിടക്ക് എന്നെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ഒന്നും ചെയ്യൂല. മഴ. മഴ. മഴ എന്ന് പറയുമ്പോൾ മഴത്തുള്ളിക്കിലുക്കുണ്ട്, മഴയത്ത് മുമ്പേ ഉണ്ട്. മഴ വീണോണ്ടിരിക്കുകയാണ്. മഴക്കാലം. വർഷകാലം. വർഷം. എന്റെ അച്ഛൻ നിന്റെ ആക്ടിങ് ഭയങ്കര ബോറാട്ടാ. കാരണം അടുത്ത അഭിനയിച്ച് കാണിക്ക്. ചെണ്ടയാ? മദ്ദളവാ? മഴ പെയ്യുന്ന മദ്ദളം കൊട്ടു. മദ്ദളം ഒന്ന് കാണിച്ചപ്പെട്ടെന്ന് പറയായിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, നിനക്ക് അറിയത്തില്ലല്ലോ. അല്ല ഞാൻ കാര്യം പറയാം. മഴ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ പെട്ടെന്ന് വെച്ചില്ല മദ്ദളമാണെന്ന്. മഴ പെയ്യുന്ന മദ്ദളം കൂടി നിനക്ക് അറിയില്ല? അല്ല, അപ്പൊ നമ്മുടെ CID മൂസ പോലത്തെ അമ്മച്ചക്ക് അറിയാമല്ലോ. മോഹൻലാലും മുകേഷും ജഗതി, പപ്പു, മണിയമ്പിള്ള രാജു, മുകേഷ് എല്ലാരും കൂടെ ഉള്ള ആ പടം കണ്ടിട്ടില്ല ഇതുവരെ? എടുത്ത് ഇടക്ക് വെച്ച് കണ്ടു നോക്കണം. യൂട്യൂബിലൊക്കെ ആ പടം ഉണ്ട്. അത് ചലഞ്ചിൽ ആക്ച്വലി ജയിച്ചിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. എന്താ അല്ല അമ്മച്ചി ഏറ്റവും കൂടുതൽ വീക്ക് പെർഫോമൻസ് അച്ഛൻ്റെ ആയിരുന്നു. ഞങ്ങളുടെ എന്റെ ഭാര്യയുടെ അമ്മച്ചിയുടെ മരുമകളുടെ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും വീക്ക്. അല്ല അവള് തെറ്റിച്ചില്ലേ, നന്നായിട്ട് ശരിയായില്ല. അതായത് നിനക്ക് മെയിൻലി നിനക്ക് പഴയ സിനിമകളെ കുറിച്ച് അറിയില്ല അച്ചു. ഞാനിനി യൂട്യൂബിൽ ഇത് പടത്തിന്റെ ഇത് എങ്ങനെ അഭിനയിച്ച് ഇപ്പൊ +അരം കിന്നരം ഇല്ലേ, എനിക്കും അറിയത്തില്ല. ശരിയാ. ഈ +അരം കിന്നരം എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, അത് അഭിനയിച്ച് കാണിക്കാനായിട്ടുള്ള കുറച്ച് രസങ്ങളുണ്ടല്ലോ അല്ലേ? അതാണ് ഞാൻ തീരെ കാരണം. ഇപ്പൊ അരെന്ന് പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ അര കാണിക്കാം, കിന്നരൊക്കെ അഭിനയിച്ച് കാണിക്കാം. ഇപ്പൊ രജി നിർവേദ ഞാൻ എഴുതുമ്പോഴത്തേക്കും അത് അഭിനയിച്ച് കാണിക്കുമ്പോ ഞാൻ മറ്റേ ഇത് തീർക്കുന്ന കാണിച്ചു കൊടുത്തേനെ. അത് കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. അല്ല, ഇത് കാണിച്ച് കളിമണ്ണിലെ നായിക എന്ന് പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ കിട്ടി. പക്ഷെ അത് നമ്മളിപ്പോ ഞാനാണ് കാണിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മറ്റേ കുറച്ച് ഭാവങ്ങൾ കിട്ടാൻ മുഖത്ത് അങ്ങനെയുള്ള ഭാവങ്ങളെ കിട്ടാ അങ്ങനെ അഭിനയിച്ച് കാണിക്കും. അത് കാണിക്കുമ്പോ ഒരു രസമല്ല, ഒരു ഫണ്ണല്ല. അങ്ങനെയാണ് സംഭവം. അപ്പോ അച്ചു 3 എനിക്ക് തന്നു. ആ 3 ഞാൻ 2 ഭയങ്കര ഈസി ആയിട്ട് പറഞ്ഞു. 3ാമത്തെ പേര് അമ്മച്ചിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതും കൂടെ പറഞ്ഞു. പക്ഷെ അത് മങ്കി പെന്നിലേക്ക് ഇപ്പോഴത്തെ പറഞ്ഞ എനിക്കും കിട്ടത്തില്ല. പഴയതാകുമ്പോ എനിക്ക് കുറെ അറിയാം. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അച്ചു ബൈ പറ. ബൈ.